മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് പുതുപ്പള്ളി മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റികൾ സ്വീകരണം നൽകി. കെപിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ.പി. ശ്രീകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് പുതുപ്പള്ളി മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റികൾ സ്വീകരണം നൽകി. കെപിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ.പി. ശ്രീകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കേരളം വളരെ സജീവമായ സ്ത്രീപക്ഷ രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ സ്ത്രീകളെ ആദരിക്കുന്ന മഹത്തായ സംസ്കാരമായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെത്. ഇന്ന് സ്ത്രീകൾ വല്ലാതെ അവഗണിക്കപ്പെടുന്നത് മാത്രമല്ല, വല്ലാതെ അപമാനിക്കപ്പെടുന്നതിൻ്റെ അനുഭവങ്ങളിലൂടെ കൂടി നമ്മുടെ നാട് കടന്നു പോവുകയാണ്. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ പാർലമെന്റ് സ്ത്രീപക്ഷ നിയമനിർമ്മാണങ്ങളുടെ ഒരു വേദിയായിരുന്നു. ഇന്ന് അത്തരം നിയമനിർമ്മാണങ്ങളൊക്കെ തന്നെ അവസാനിച്ചിരിക്കുന്നതെന്ന് മാത്രമല്ല, സ്ത്രീ വിരുദ്ധമായ സമീപനങ്ങൾക്കും നടപടികൾക്കും ഇന്ന് ഗവൺമെന്റ് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. കേരളത്തിൽ 9 വർഷക്കാലമായി ഭരണം നടത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെ സംബന്ധിച്ചോളം സ്ത്രീ സുരക്ഷയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയിരുന്നു. ആലുവയിൽ കൊല്ലപ്പെട്ട ദിശ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ദാരുണമായ മരണത്തെ അതിനെ വലിയ പ്രചരണ വിഷയമാക്കിക്കൊണ്ട് നമ്മുടെ സഹോദരിമാർക്ക് സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു സർക്കാർ, പാവപ്പെട്ടവന് പെൻഷൻ നൽകുന്ന സർക്കാർ, ഹോസ്പിറ്റലിൽ ചെന്നാൽ മരുന്ന് ലഭിക്കുന്ന സർക്കാർ, റേഷൻ കടയിൽ ചെന്നാൽ സാധനങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യമൊക്കെ സംജാതമാവണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് ഇറങ്ങണം. ഈ കായംകുളത്ത് നിന്നും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഈ കായംകുളത്ത് നിന്നും നമ്മുടെ എം.എൽ.എ അവിടെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് വേണ്ടി കൈ ഉയർത്താൻ ഉണ്ടാകണമെന്ന് കൂടി നിങ്ങൾ സ്വപ്നം കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനി നമ്മൾ കണ്ടുമുട്ടുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ ബിജു ഡേവിഡ് ചേട്ടന്റെ പോക്കറ്റിൽ തന്നെ പൈസ കൊണ്ട് വിജയം നേടിക്കഴിഞ്ഞ ഒരു ബിരിയാണി ചെമ്പ് കൂടി പൊട്ടിച്ച് നമുക്കൊരു ഉജ്ജ്വലമായ സ്വീകരണം. ഡാളി തമ്പി അധ്യക്ഷനായി. മുൻ എം പി രമ്യ ഹരിദാസ്, ബബിത ജയൻ, അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ, എസ് രാജേന്ദ്രൻ, ഇ ശ്രീദേവി, ശ്രീലത, ബിജു ഡേവിഡ്, സുശീല വിശ്വംഭരൻ തുടങ്ങിയവർ സംസാരിച്ചു. എസ് ബിന്ദിഷ്, ധനേഷ് കൃഷ്ണ, സന്തോഷ് ചക്കാലത്തറ, രാജേഷ് ചന്നഞ്ചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം. നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ അമ്മകൾ ഈ നാടിൽ ഉയർന്നു കേൾക്കുകയാണ്. കേരളത്തിലെ അമ്മ പറഞ്ഞു, എനിക്ക്